സുവിശേഷ പ്രസംഗത്തിന് പോകുന്ന നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് ചിലർ പറയും, നമ്മൾ വിദേശ ചാരന്മാരോ വിദേശ രാജ്യത്തോട് കൂറു പുലർത്തുന്നവരോ അമേരിക്കൻ പണം വാങ്ങി ജീവിക്കുന്നവരോ എന്നൊക്കെ ഉള്ളൊരു ആക്ഷേപം നടത്തും. കുറേ കൂടി കടന്ന് ചിലർ പറയും, നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിയ ആൾക്കാരാണ്. ഇനി മറ്റൊരു ആരോപണം, നമ്മൾ മതപരിവർത്തന ലോബിയാണ്. ഇത് രണ്ടുമാണ് കേൾക്കുന്ന രണ്ട് ശക്തമായ ആരോപണം. ഇപ്പോൾ അവരെ ഒന്ന് ഉപദ്രവിക്കണ്ടെന്ന് കരുതി നമ്മുടെ ആളുകൾ അവിടെ നിന്ന് ഭഗവത്ഗീതയിലൊരു ശ്ലോകമൊക്കെ പാടി ലോകസമസ്ത സുഖിനോ ഭവന്തു മഹത്തായ ആർഷഭാരതം എന്നൊക്കെ പറഞ്ഞിട്ട് പോരും. ഈ ഭാരതകാലത്ത് തന്നെ കന്യാശുദ്ധായ നമ്മ എന്നൊക്കെ പാടിക്കൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കും. ആദ്യം പറയട്ടെ, ഒരു മന്ത്രമോ കീർത്തനമോ ആലപിച്ചു തുടങ്ങേണ്ടതല്ല സുവിശേഷീകരണം. നമ്മൾ ഉച്ചരിക്കുന്ന വാക്കിന് വിലയുണ്ട്. വചനമുദ്ധരിച്ചാണ് നിങ്ങൾ പ്രസംഗം തുടങ്ങേണ്ടത്. വചനത്തിന് വലിയൊരു ശക്തിയുണ്ട്. നമ്മുടെ ചെലവിൽ അത്തരം മന്ത്രോച്ചാരണങ്ങൾ ഉദ്ധരിച്ച് പറയുമ്പോൾ അത് ചരിത്രപരമായിട്ടൊക്കെ തെളിയിക്കുന്നതിന് തെറ്റില്ല. ഞാൻ ചില നാൾക്കപ്പുറത്ത് ഈ നമ്മുടെ തിരുവല്ലയിൽ സ്റ്റേറ്റ് PYP സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ മണിപ്പൂർ വിഷയം പ്രസംഗിക്കാൻ വന്നു. ആദരണീയനായ PJ കുര്യൻ സാറ് ആ മീറ്റിങ്ങിൽ ആമുഖമായി പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ലോകസമസ്ത സുഖിനോ ഭവന്തു. ഞാൻ പറഞ്ഞു, കുറഞ്ഞ പക്ഷം സാറെങ്കിലും അത് പറയരുത്. കാരണം അതിൻ്റെ ആരംഭത്തിലെ മന്ത്രം ആരും പറയാറില്ല. ബ്രാഹ്മണനും പശുവിനും സുഖമെങ്കിൽ ലോകസമസ്ത സുഖിനോ ഭവന്തു. പാതി മുറിച്ച സാധനമാണ് ശ്ലോകം, അങ്ങനെ കിടക്കുന്നത്. ബ്രാഹ്മണനും പശുവിനും സുഖമെങ്കിൽ. പക്ഷെ അതിൽ പേടിക്കേണ്ട, ലോകത്തേറ്റവും അധികം പശു മാംസം കയറ്റി അയക്കുന്ന രാജ്യം നമ്മുടെയാണ്. ഇവിടെ ഉള്ളവൻ തിന്നാൽ തല്ലിക്കൊല്ലും, അത് വിദേശത്തേക്ക് കയറ്റി അയക്കുക. അപ്പം തന്നെ ചിന്തിച്ചാൽ മതി, ആർക്കാണ് ഈ വിദേശ താല്പര്യം? പോഷക സമൃദ്ധമായി ആഹാരമൊക്കെ സായിപ്പിന് കൊടുത്തിട്ട് നമ്മൾ സാധാ ഫുഡ് കഴിക്കണം എന്ന ധാരണ ആർക്കാണ്? ഇനി മറ്റൊരു വിഷയത്തിൽ കൂടെ വരാം, ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് വരാം.